ഇന്ന് നമുക്കൊരു തേങ്ങ ദോശ ഉണ്ടാക്കിയാലോ. തേങ്ങയും പച്ചരി മാത്രം കൊണ്ട് ദോശ ഉണ്ടാക്കണത്. ഒരു ഗ്ലാസ് പച്ചരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ അതെടുത്ത ശേഷം കഴുകി ക്ലീൻ ചെയ്ത ശേഷം ഒരു മുറി തേങ്ങ, ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുറി തേങ്ങ ഇട്ട ശേഷം രണ്ടും കൂടെ മിക്സാക്കിയിട്ട് നല്ല അരച്ചെടുക്കണം. എന്നിട്ട് അരച്ചെടുത്ത ശേഷം അതിന് പാകത്തിന് ഉപ്പ്, 2-3 കുഞ്ഞിനുള്ളി ഇടണം. ഇത്രയേ വേണ്ടുള്ളൂ. വേറെ ഒന്നും വേണ്ട. സിമ്പിളുമാണ്, ടേസ്റ്റുമാണ്. എന്നിട്ട് ദോശ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റായൊരു തേങ്ങാ ദോശയാണ്. രാവിലെയും രാത്രിയും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് നല്ല രുചികരമായൊരു ദോശയും കൂടിയാണ്. നമ്മൾ പുളിക്കാൻ വെക്കണം അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് നല്ല വെള്ളം പാകത്തിന് നമുക്ക് വെള്ളം അധികം കുഴപ്പമില്ല കലക്കാൻ. നല്ല കുറച്ച് വെള്ളം അധികമായി കലക്കിയ ശേഷം നമുക്ക് നല്ല ലൂസാക്കണം. നല്ല വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കിയ ശേഷം അതിനെ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ നല്ലോണം എണ്ണ തേച്ച് കൊടുക്കുക. കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും എണ്ണ, ഓയിലോ പിന്നെ നമ്മുടെ നല്ലെണ്ണ ഇത് തേച്ച് കൊടുക്കുക. ചട്ടി ചൂടാക്കിയിട്ട് അതിൽ നല്ല ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓട്ടോട്ടായിട്ട് വരും. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. ഉണ്ടാക്കാത്തവരോട് പറയാണ്. സിമ്പിളുമാണ്, ടേസ്റ്റുമാണ്. അത് സാധാരണ ചട്നി ഇല്ലാണ്ടും ചിക്കൻ കറിക്കും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പ്രത്യേക തരം ദോശയാണ്. പച്ചരിയും തേങ്ങയും മാത്രമുള്ള തേങ്ങാ ദോശ. ഒരു കഷ്ണങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഞാൻ എടുത്തിട്ട് വീണ്ടും അരച്ചു. അപ്പോൾ അതിന് അരിഞ്ഞിടാൻ വേണ്ടി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അത് വീണ്ടും നമുക്ക് എടുത്ത് അരയ്ക്കാൻ പറ്റും. അങ്ങനെയാണ്. പാകത്തിനുള്ള ഉപ്പിടണം. അരച്ച് വെച്ച നമ്മുടെ ദോശ സൂപ്പർ ടേസ്റ്റുള്ള ദോശയാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോഴേ അറിയുള്ളൂ അതിന് ടേസ്റ്റ് എന്താണെന്നുള്ളത്. രാവിലെയും വൈകുന്നേരത്തും ഒക്കെ ഉണ്ടാക്കാം. കുറച്ച് അരി കുതിർത്താൻ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പൊടിയും കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ പൊടിയും കൊണ്ട് ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഇല്ല. നമ്മൾ അരച്ചുണ്ടാക്കണ ടേസ്റ്റ്. പച്ചരി നമ്മൾ കല്ല് നല്ല ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ലേശം തൂത്ത് കൊടുക്കുക, തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒഴിക്കാം. കാരണം നല്ല വെള്ളം കലക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒഴിക്കാം. വെള്ളം കുറച്ച് കമ്മിയാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. വെള്ളം കുറച്ച് ലൂസാക്കിയിട്ട് ഒഴിക്കുന്ന ടേസ്റ്റ് ഇത്രയും കൂടെ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഉണ്ടാക്കിയിട്ടുണ്ടാവും എല്ലാവരും. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പച്ചരിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണതല്ലേ. ഒരു ഗ്ലാസ് അരിക്ക് ഒരു ചെറിയൊരു മുറി തേങ്ങ ഇടണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല രുചി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ രുചി കമ്മിയാവും. വെറും പച്ചരി ആകുമ്പോൾ മാത്രം. കുറച്ച് കുഞ്ഞിനുള്ളി മറ്റേ സവാള മനുഷ്യൻ ഒന്ന് കുറച്ചിടാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുഞ്ഞിനുള്ളി ഇട്ടണത്. പാകത്തിന് ഉപ്പിട്ട് അരച്ച നമ്മുടെ ദോശ സെറ്റ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. കണ്ടോ, നല്ല ഓട്ടമായിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. ചിക്കൻ കറിയോ ചട്നിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കഴിക്കാം. നമ്മുടെ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ കൂട്ടി നമുക്ക് കഴിക്കാം. നല്ല മയോ നല്ല പ്രത്യേക തരം ടേസ്റ്റുള്ളൊരു തേങ്ങാ ദോശയാണ്. എല്ലാവരുടെ വീട്ടിലുള്ളതാണ്, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.